എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ. കൈസരിയയിൽ ഇത്താലിയ എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപനുണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടി ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചുവരുകൾ ഇല്ലാതെ എല്ലാവരെയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവത്തെയാണ് കൊർന്നല്യോസും പത്രോസും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലൂടെ ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ജാതികളുടെ അപ്പോസ്തോലൻ എന്ന് പരക്കെ അറിയപ്പെടുന്നത് വിശുദ്ധ പൗലോസാണ്. എങ്കിലും ഒരു യഹൂദ ഇതരനിൽ നിന്നുള്ള ആദ്യ ഫലത്തെ നേടാൻ ദൈവം ഉപയോഗിച്ചത് പത്രോസിനെയായിരുന്നു. ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് ദൈവരാജ്യത്തിൻ്റെ താക്കോൽ അവനെയാണ് യേശു കർത്താവ് ഭരമേൽപ്പിച്ചത്. വിശുദ്ധ മത്തായി 16:19. പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി പത്രോസിനെ ഉപയോഗിച്ച വിധം ഈ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നു. യോപ്പ എന്ന സ്ഥലത്ത് തോൽ കൊല്ലനായ ശീമോൻ്റെ അതിഥിയായി പത്രോസ് പാർക്കുമ്പോൾ ദൈവം വ്യത്യസ്തമായ ഒരു ദർശനം നൽകുന്നുണ്ട്. എന്നാൽ ഒരു യഹൂദൻ വിജാതിയൻ്റെ ആതിഥ്യം സ്വീകരിക്കുകയോ വിജാതിയനെ അതിഥിയായി സ്വീകരിക്കുകയോ ചെയ്യുന്ന പതിവ് ഉണ്ടായിരുന്നില്ല. അതും പ്രത്യേകിച്ച് തോൽ ഉറക്കിടുന്ന വ്യവസായം ഏറെ നിഷിദ്ധമായി കരുതിയിരുന്നു. എന്നാൽ അവൻ്റെ വീട്ടിൽ വെച്ചാണ് തൂപ്പട്ടിയിൽ ദൈവം ഈ ഭൂമിയിലെ എല്ലാ പറവജാതികളും ഇഴജാതികളും മറ്റ് മൃഗങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒരു ദർശനം പത്രോസിന് നൽകുന്നത്. എല്ലാം ദൈവത്തിൻ്റെ മുൻപിൽ വിശുദ്ധമാണ് എന്ന് കാണിച്ചു കൊടുക്കുന്നതിന് ഈ ഒരു ദർശനം അന്ന് പത്രോസിന് അനിവാര്യമായിരുന്നു. കൊർന്നല്യോസിനും അതേ സമയത്താണ് ദൈവത്തിൻ്റെ ദർശനം ലഭിക്കുന്നത്. കൊർന്നല്യോസ് ഒരു ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു. ഭക്തനായ മനുഷ്യൻ, കുടുംബമായി ദൈവത്തെ ഭയപ്പെടുന്നവൻ, മറ്റുള്ളവരെ കരുതുന്നവൻ, സഹായിക്കുന്നവൻ, ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെയാണ് നമ്മൾ വായിച്ച വേദഭാഗത്ത് കാണുന്നത്. എന്നാൽ പരിച്ഛേദനയും ന്യായപ്രമാണവും ഒന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെ ചാർച്ചക്കാരെയും സ്നേഹിതരെയും കൂട്ടിവരുത്തിയാണ് പത്രോസിനെയും സംഘത്തെയും അവൻ സ്വീകരിച്ചത്. പത്രോസിനെ കാൽക്കൽ വീണ് നമസ്കരിച്ചാണ് സ്വീകരിക്കുന്നത്. ഒരു അന്യജാതിക്കാരൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നത് തന്നെ ഒരു യഹൂദന് അന്ന് നിഷിദ്ധമായിരുന്നു. എന്നാൽ വേർപാടിൻ്റെ നടിച്ചുവർ ദൈവം ഇടിച്ചു കളഞ്ഞിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ എല്ലാവരും വിശുദ്ധം, എല്ലാവരും ഒരുപോലെ, ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നു എന്ന് പത്രോസിൻ്റെയും കൊർന്നല്യോസിൻ്റെയും കൂടിക്കാഴ്ചയിൽ ദൈവം നൽകുന്ന വലിയ ദർശനം പത്രോസിന് ലഭിക്കുന്നു. ഒരു പ്രധാന ചിന്ത, സകല മനുഷ്യനും ദൈവം മുൻപാകെ തുല്യരാണ്. ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യർ. അതുകൊണ്ട് എല്ലാവരും തുല്യരാണ്. ഭവനത്തിൽ തന്നെ വീണ് നമസ്കരിച്ച കൊർന്നല്യോസിനോട് പത്രോസ് പറഞ്ഞു, ഞാനും ഒരു മനുഷ്യനത്രേ, മാലാഖയോ ദേവനോ ഒന്നുമല്ല. ഇത് ക്രിസ്തീയ സുവിശേഷത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. എഫേസ്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്.
വിജാതീയരിൽ നിന്ന് ക്രിസ്തുവിശ്വാസത്തിൽ വന്നവരെക്കുറിച്ച് നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ എന്ന് എഫേസ്യർ 2:19 പൗലോസ് സൂചിപ്പിക്കുന്നു. കോ സിറ്റിസൺസ് എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. സഹപൗരന്മാരാണ്. ഏറ്റക്കുറച്ചിലില്ല. എല്ലാവരും ക്രിസ്തുയേശുവിൽ തുല്യർ. പണത്തിൻ്റെയോ നിറത്തിൻ്റെയോ പാരമ്പര്യത്തിൻ്റെയോ വെളിച്ചത്തിൽ മനുഷ്യനെ ഗ്രേഡ് തിരിക്കുന്നത് ക്രിസ്തീയമല്ല. വർഗവർണ്ണങ്ങൾക്കതീതമാണ് ക്രിസ്തീയ സുവിശേഷം. ക്രിസ്തുവിൽ പുതിയ മനുഷ്യൻ, അതാണ് സുവിശേഷത്തിൻ്റെ ഊന്നൽ എന്ന് പറയുന്നത്. വേർപാടിൻ്റെ നടിച്ചുവർ യേശുക്രിസ്തുവിലൂടെ ദൈവം തകർത്തു എന്ന സുവിശേഷ ദർശനം പത്രോസിന് ഇവിടെ ലഭിക്കുന്നു. ഇന്നും നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ വർഗവർണ്ണ വ്യത്യാസം സമൂഹത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. അത് അകൽച്ചയ്ക്ക് ഉപാധിയാക്കാതെ യേശുക്രിസ്തുവിലൂടെ അനുഗ്രഹ മുഖാന്തരമാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വൈവിധ്യങ്ങൾ അവയിൽ തന്നെ വലിയ തെറ്റല്ല. പ്രകൃതിയിൽ തന്നെ വിവിധത്വം മനോഹാരിതയ്ക്ക് മുഖാന്തരമായി അനുഭവപ്പെടുന്നുണ്ട്. ആഫ്രിക്കയിൽ അച്ചിമോട്ടോ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു ഡോക്ടർ അഗ്രി എന്ന് പറയുന്ന ആൾ. ആ കോളേജിൻ്റെ മോട്ടോ ഒരു പിയാനോയുടെ കീബോർഡാണ്. അതിൽ വെളുത്തതും കറുത്തതുമായ കട്ടകളുണ്ട്, ചെറുതും വലുതുമുണ്ട്. ഇത് നൽകുന്ന അർത്ഥം എല്ലാവരും, ചെറുതും വലുതും കറുത്തതും വെളുത്തതും എല്ലാം, വിദഗ്ധനായ ഒരു പിയാനോ വായനക്കാരൻ്റെ കരവിരുതിന് വിധേയമാകുമ്പോഴാണ് ഇമ്പമുള്ള സംഗീതം ഉണ്ടാകുന്നത്. വ്യത്യാസങ്ങൾ എടുത്തു പറഞ്ഞ് അകലാതെ ക്രിസ്തുയേശുവിനെ വിധേയപ്പെടുത്തി അവ അനുഗ്രഹ മുഖാന്തരങ്ങളാക്കി നമുക്ക് തീർക്കേണ്ടതുണ്ട്. മനുഷ്യരുടെ വിലയിരുത്തലിൽ ഒരു പക്ഷേ നമുക്ക് യോഗ്യത കുറവായിരിക്കാം. എന്നാൽ ക്രിസ്തുവിൻ്റെ കണ്ണുകളിൽ എല്ലാവരും തുല്യരാണ്. നിറഭേദങ്ങൾ അവിടെ ഇല്ല, മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവരും തുല്യർ. ദൈവം നമ്മെ ഇത്രത്തോളം സ്നേഹിച്ചു, തള്ളിക്കളയാതെ ഉപേക്ഷിക്കാതെ ഇത്രത്തോളം കരുതിയ ദൈവം തുടർന്നും നമ്മളെ പരിപാലിപ്പാൻ, തൻ്റെ കരങ്ങളിൽ ഒരു നല്ല ഉപകരണമായി ഉപയോഗിപ്പാൻ മതിയായവനാണ്. നമ്മിൽ നിന്ന് നല്ല സംഗീതമുയരാൻ, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമാകാൻ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നമ്മൾ താണിരിക്കേണ്ടതുണ്ട്, വിധേയപ്പെടേണ്ടതുണ്ട്. ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹം നിറഞ്ഞ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കരുണയുള്ള കരങ്ങളിൽ ആശ്രയിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവിടുന്ന് അറിയുന്നത് കൊണ്ട് സ്തോത്രം. പ്രഭാതം മുതൽ ഞങ്ങളുടെ ജീവിതചര്യയിൽ ദൈവത്തമ്പുരാൻ്റെ സാന്നിധ്യം പകരണമേ, അവിടുത്തെ ആലോചന നൽകണമേ. ദൈവഹിതം തിരിച്ചറിയാനുള്ള വലിയ പരിജ്ഞാനം ഞങ്ങൾക്ക് പകരണമേ. വ്യത്യസ്തമായ ആവശ്യങ്ങളോടും ഭാരങ്ങളോടും ദൈവസന്നിധിയിലായിരിക്കുന്നവരോട് കരുണ കാണിക്കണമേ. രോഗികളായിരിക്കുന്നവർക്ക് ആശ്വാസവും വിടുതലും നൽകണമേ. പ്രായാധിക്യത്തിൻ്റെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം താങ്ങായും തണലായും സഖിയായും ഒപ്പം ഉണ്ടായിരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരുന്ന് കരുണയിൽ വഴി നടത്തണമേ. പുതുവർഷം അനുഗ്രഹത്തോടെ ആയിരിക്കാൻ സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുണയും കരുതലും കാവലും നാം എല്ലാവരോടും നമ്മുടെ ആവശ്യങ്ങളോടും പ്രാർത്ഥനാ വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.